ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. രാത്രി 12:30ക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സംസം വെള്ളമൊക്കെ വാങ്ങിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്യാൻ സെല്ലോ ടേപ്പൊക്കെ ഇട്ടിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നൈറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ ബോർഡിംഗ് പാസിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റ് നമ്പറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ലോങ് വീഡിയോ ഇടാൻ നല്ല ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷേ ഫോൺ അങ്ങ് സഹകരിക്കണില്ല. ഫോണിൽ തീരെ സ്പേസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഷോർട്സ് ഉള്ളൂ ഇടാം ഇപ്പോൾ പറ്റുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ രാവിലെ 6:15-നാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറേ ടൈം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അൽബേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറേ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം 6:15 വരെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെയും കാട്ടിലും എക്സൈറ്റ്മെൻറ്റ് ഇപ്പാക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം 3 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഞങ്ങൾ 3 മാസത്തിന് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം സന്തോഷത്തിലാണ് ഗൈസ്, നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തി. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇൻഡിഗോ ഫ്ലൈറ്റിലായിരുന്നു ഞങ്ങൾ. എനിക്കാണെങ്കിൽ ഈ ഫ്ലൈറ്റ് എടുത്തുനിന്ന് കണ്ടാൽ നല്ല സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലൈറ്റ്. നല്ല ഇരുത്തുനിന്ന് കാണുമ്പോൾ നല്ല വലുതായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് സീറ്റിലിരുന്നു. ഞാൻ വിൻഡോ സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് അപ്പോൾ ഒക്കെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് നല്ല വെളിച്ചമായി തുടങ്ങി. ഫ്ലൈറ്റൊക്കെ ഫുള്ള് പിന്നെ നല്ല വെളിച്ചമായിരുന്നു. പിന്നെ വിൻഡോ ഒക്കെ താത്തേണ്ടി വന്നു ഞങ്ങൾക്ക്. എന്നിട്ട് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങളൊരു വെള്ളമൊക്കെ കൊടുന്നു ഗൈസ്. ഫ്ലൈറ്റിൽ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊരു ബ്ലാക്ക് കോഫി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ബ്ലാക്ക് കോഫി അങ്ങനെ കുടിച്ചു. അതിൻ്റെ ഇപ്പോൾ ഒരു നട്ട്സിൻ്റെ സംഭവം ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് അതും കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഇതിലെന്താ തുറന്നു നോക്കാൻ ആണ് ഞാൻ. ഇതാണെങ്കിൽ കിട്ടുന്നില്ല. ലാസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു കവർ ഗൈസ്. എന്നിട്ട് ഞാൻ ആ കവറും പൊട്ടിച്ച് അതിൽ നോക്കിയപ്പോൾ അതിൽ കാഷ്യൂ നട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതും ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ലാൻഡ് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലെത്തി ഗൈസ്. ലാൻഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഗൈസ്, പക്ഷേ ഫോണിൽ ഭംഗിയാണ് കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് കോഴിക്കോട് എയർപോർട്ടിലെത്തിയിട്ട് അവിടെ ഇന്ന് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിപ്പോൾ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടികളൊക്കെ ഫുള്ളായിട്ട് എടുത്തു. ഞങ്ങൾക്ക് എത്ര പെട്ടിയായിരുന്നു? 5 പെട്ടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നാട്ടിലേക്കെത്തി. അവിടുന്ന് എല്ലാവരും വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഹോട്ടലിൽ കയറിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിരിയാണി ആയിരുന്നു.